ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മൾ ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കപ്പിന് 3 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ച് നന്നായി തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിക്കാം. ഓയിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെജിറ്റബിൾ ഓയിൽ എടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. മറ്റേ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വെളിച്ചെണ്ണ എടുക്കരുത്. അതിനുശേഷം നന്നായി ഒന്ന് തിളച്ചപ്പം ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു പാത്രത്തിന് എടുത്തു വെച്ചിരുന്ന അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അരിപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മുടെ പത്തിരിയുടെ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു വന്നപ്പോൾ കുറച്ചൊരു വെള്ളത്തിന് കുറവ് എനിക്ക് തോന്നി. അപ്പം ഞാൻ 1 കപ്പ് വെള്ളവും കൂടി നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ സമയമെല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഓണാണ്, അത് സിമ്മിലാണ് ഇപ്പം നമ്മുടെ തീ ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓഫ് ചെയ്യാവുള്ളൂ. അപ്പം ഞാനൊന്ന് ചെറിയൊരു ഉരുളയാക്കി നോക്കിയപ്പം എൻ്റെ അരിപ്പത്തിരിയുടെ മാവ് കറക്റ്റ് പരുവാണ്, കണ്ടില്ലേ. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നല്ല പരന്നൊരു പാത്രത്തിലേക്ക് അവൻ തട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനിയുള്ള പ്രയോഗങ്ങളെല്ലാം നല്ല ചൂടോടെ ചെയ്യേണ്ടതാണ്. എങ്കിലും നിങ്ങളുടെ കൈ പൊള്ളാതെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഒന്ന് നന്നായി ഇളക്കി സോഫ്റ്റ് ആക്കി കൊടുക്കാൻ. അപ്പം നമുക്കിനി നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കാം. അപ്പം ഞാനൊന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. ചൂട് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കുന്നത്. അപ്പം നിങ്ങളും കൈ പൊള്ളാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇതേ രീതിയിൽ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിന്റെ പത്തിരിപ്പൊടി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബോൾ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മുടെ പത്തിരിപ്പൊടി അത്രത്തോളം വെള്ളമൊക്കെ ആഡ് ചെയ്ത് നല്ല ഇതായിട്ടില്ല എങ്കിൽ. അപ്പൊ ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉരുട്ടിയിടരുത്. ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്സിൽ അടിച്ച് അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഉരുള എടുത്ത് പ്രസ് ചെയ്ത് അപ്പം തന്നെ ചുട്ടെടുക്കണം. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ആ സമയം തന്നെ ഗ്യാസ് കത്തിച്ച് നമ്മുടെ ദോശ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് ചുട്ടൊന്നെടുക്കാം. അപ്പം ഞാൻ റെഡിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അതൊന്ന് ഒരു സൈഡിൽ ശരിയാവുന്ന സമയം കൊണ്ട് അടുത്തൊരെണ്ണം നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പത്തിരി നമ്മൾ അടപ്പയിലിട്ടതിന് ശേഷം വേഗം തന്നെ തിരിച്ചു മറിച്ചു വിടരുത്. അത് ഒരു സൈഡ് ഒന്ന് കുക്കായില്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ അതൊന്ന് വെന്തതിന് ശേഷം മാത്രമേ അത് തിരിച്ചിടാവുള്ളൂ. അപ്പൊ ഞാനൊന്ന് പ്രഷറിൽ വെച്ചിട്ടുണ്ട് അടുത്ത ഉരുള ആക്കിയത്. ആ സമയം തന്നെ നമ്മുടെ അടപ്പിലുള്ളതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് ക്ഷമ വേണ്ടുന്നതാണ് നമ്മുടെ അരിപ്പത്തിരി ഉണ്ടാക്കും. അരിപ്പത്തിരി ചില സ്ഥലങ്ങളിൽ അരിപ്പത്തിരി എന്ന് പറയും, ചിലയിടത്ത് നൈസ് പത്തിരി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നന്നായിട്ട് പൊങ്ങുകയും ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് അരിപ്പത്തിരിയുടെ പൊടി വാങ്ങിക്കുകയാണെങ്കിൽ ചിലതിനകത്ത് എഴുതിയിട്ടുണ്ട് 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം. ചിലതിനകത്ത് പറയാറുണ്ട് 1.5 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിയുടെ കവറിന്റെ പുറത്ത് നോക്കണം അതിനകത്ത് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയതിന് ശേഷമേ വെള്ളം ആഡ് ചെയ്യാവുള്ളൂ. അപ്പൊ അതൊന്ന് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ അരിപ്പത്തിരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ അരിപ്പത്തിരി എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ബീഫിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.